മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ ക്രിസ്തീയ കുടുംബവുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ നിന്ന് ആദാമിനെയും ഹവ്വായെയുമൊക്കെ ദൈവം ആദ്യ മാതാവും പിതാവുമായിരുന്നല്ലോ നമ്മുടെ. ദൈവം അവരെ എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു നമ്മൾ ഷെയർ ചെയ്തത്. നമ്മൾ പറഞ്ഞു, ഹവ്വായെ കൊണ്ടുവന്നത് ആദമിനെ ഒരു ഗാഢനിദ്ര വരുത്തി. ആദാമിനൊരു ഗാഢനിദ്ര വരുത്തിയിട്ട് ആദാമിനെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ ഒരു അനസ്തേഷ്യയൊക്കെ കൊടുത്ത് ഒരു ഓപ്പറേഷനൊക്കെ നടത്തി വാരിയലിനെ ഒരു സ്ത്രീയാക്കി. വാരിയലിൽ നിന്നുണ്ടാക്കിയെന്നല്ല, എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവൻ്റെ സൈഡിൽ ഇരിക്കത്തക്ക രീതിയിൽ, അവനോട് തുല്യത കാണിക്കത്തക്ക രീതിയിൽ, അവനോട് സ്നേഹം കാണിക്കത്തക്ക രീതിയിൽ ഹാർട്ടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ എടുത്ത് ഒരു സ്ത്രീയാക്കി. അപ്പോൾ മാരേജിൽ നമ്മൾ ചെയ്യേണ്ടത് വി നീഡ് ടു സ്ലീപ്പ്, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. പ്രാർത്ഥനയോടുകൂടി ഉറങ്ങുക. അപ്പോൾ സുന്ദരിയായ ഒരാളിനെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തിത്തരും. ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? അയ്യോ എൻ്റെ കണ്ണേ കരളെ എൻ്റെ ഡാർലിങ് എന്നൊന്നും അല്ല പറയാം. അതൊക്കെ നമ്മൾ ഇപ്പം ഭാഷയിൽ പറയുന്നതാണ്. അന്നത്തെ ഭാഷയിൽ പറഞ്ഞത് ഇവള് അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസവുമാവും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായിട്ട്. ഇത് വലിയൊരു മർമ്മമാണ്. ആ മർമ്മത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണ്. നമ്മൾ എന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇപ്പോഴും ഇതൊക്കെ പറയുന്നത്, ക്രിസ്ത്യൻ ഫാമിലിയെക്കുറിച്ച് ഇത്രയും എംഫസിസ് പറയുന്നതെന്നൊക്കെ ചോദിക്കും. നമുക്കറിയാം, ഒരു ബേസിക്കായിട്ടൊരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. വ്യക്തികൾ ചേരുന്ന കുടുംബമാണ്. കുടുംബം എന്ന് മലയാളത്തിൽ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടുമ്പം ഇമ്പമുള്ളത് കുടുംബം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. സന്തോഷത്തോടെ എന്ന് വെച്ചാൽ നമുക്ക് റിക്രിയേഷൻ, നമുക്ക് അന്യോന്യം ഷെയർ ചെയ്യാനായിട്ട്, സന്തോഷിക്കാനായിട്ട്, എല്ലാ ടൈപ്പിലുള്ള എൻജോയ്മെൻറ്റിനും ഒക്കെ ഉള്ള ഒരു കാര്യം ദൈവം ഒരുക്കി തന്നിരിക്കുന്നതാണ് കുടുംബം. നല്ല ഒരു പ്രൊട്ടക്ഷനാണ്, അന്യോന്യം ഒരു സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും. അതാണ് ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ഭാര്യയെ ഹഗ് ചെയ്യുകയും കുഞ്ഞുങ്ങളെയൊക്കെ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ സെക്യൂരിറ്റി ഫീലിങ്ങും അതുപോലെ ആ സ്നേഹവും ഒക്കെ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതായത് എന്തിനാണ് ഇത് കൂടെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിലെ സത്യങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. ഈ ഓർമ്മപ്പെടുത്തിയത് കൊണ്ടും കാര്യമില്ല. ഈ ഓർമ്മപ്പെടുത്തൽ ഇടയ്ക്കുള്ളത് നല്ലതാണ്. എന്നാൽ ഈ ഓർമ്മപ്പെടുത്തൽ ശരിക്കും അത് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴേ അതിനകത്തൊരു പ്രയോജനം നമുക്കുള്ളൂ. അനേകം മർമ്മങ്ങൾ നമുക്കറിയാം. ഈ വേൾഡിലുള്ള അനേകം മർമ്മങ്ങൾ അറിയാം. ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു. അതായത് ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷന് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഈ പ്രപഞ്ചത്തിലുള്ള പല മർമ്മങ്ങളും, സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകിട്ട് അസ്തമിക്കുന്നു എന്ന് നമ്മൾ കാണുകയും പറയുകയും ചെയ്യുന്നെങ്കിലും ശരിക്കും അവിടെ അതിൻ്റെ ഫാക്റ്റ് എടുക്കുമ്പോൾ ഭൂമി കറങ്ങുകയാണ്, സൂര്യൻ നിശ്ചലമായി നിൽക്കുകയാണ്. പക്ഷെ പറയുന്നത് എന്താണ്? സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ കമ്മ്യൂണിറ്റിക്കും ഉള്ളതാണ്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചാണ്, ബൈബിളിലെ പ്രിൻസിപ്പിൾസ് ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അതുകൊണ്ട് അത് ഈ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. അത് കേട്ടാൽ മാത്രം പോരാ, അത് നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യണം. ഒരു കുട്ടി ഒരു കുടുക്ക് ചോദ്യം തൻ്റെ പിതാവിനോട് ചോദിച്ചു. കുട്ടികൾ ഭയങ്കര ബ്രില്യൻറ്റും എന്തൂസിയാസ്റ്റിക്കും ആണല്ലോ. അച്ഛൻ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, അച്ഛനതിന് എനിക്ക് ഉത്തരം തരണം എന്ന് പറഞ്ഞു. ഓക്കെ, നീ ചോദിച്ചോ, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞു. കുട്ടി ചോദിച്ച ഇതാണ്, ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങൾ ആ കുളത്തിലോട്ട് ചാഞ്ഞു നിൽക്കുകയാണ്.
ആ കുളത്തിലോട്ട് മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ ഒരു കമ്പ്, അതിലൊരു കമ്പ് കുളത്തിൻ്റെ ആ വെള്ളത്തിനടുത്തൂടെ ചേർന്നിരുന്നപ്പോൾ അതിനകത്ത് കുറച്ച് തവളകൾ കയറിയിരിപ്പുണ്ട്. ആ കമ്പിനകത്ത് കുറച്ച് തവളകൾ ഇരിപ്പുണ്ട്. അന്നേരം ആ മനുഷ്യന് കുട്ടി പറയാണ്, അതിലിപ്പോൾ 5 തവളയുണ്ട്. 5 തവളയുള്ളപ്പോൾ ഞാൻ ആ ഒരു കൈ കൊണ്ട് ആ തവള ഇങ്ങനെ ആട്ടിയപ്പോൾ അതിലെ ഒരു തവള കുളത്തിലോട്ട് ചാടാനായിട്ട് ആഞ്ഞു. 5 തവളയുണ്ട്, ഒരു തവള കുളത്തിലോട്ട് ചാഞ്ഞാനായിട്ട് ആഞ്ഞു. ബാക്കി എത്ര തവളകൾ ആ കമ്പിലുണ്ട് എന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞു ബാക്കി 4 തവളയുണ്ട് എന്ന് പറഞ്ഞു. കുട്ടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഉത്തരം തെറ്റ്. ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു തവള ഞാൻ എറിയാൻ തുടങ്ങിയപ്പോൾ കുളത്തിലോട്ട് ചാടാനായിട്ട് ആഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ചാടിയെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴും അതിലെ 5 തവളയുണ്ട്. അതുകൊണ്ട് ഇത് പറയുമ്പോഴേ നമ്മളിത് ആശയം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇരുന്നാൽ മാത്രം പോരാ, നമ്മൾ അത് ചിന്തിക്കുകയും ഇപ്പോഴും നമ്മൾ കേട്ടു അത് അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല, നമ്മളത് കേൾക്കുകയും 5 തവളയും കമ്പേ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ല, അത് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ ജീവിതശൈലി മാറണം, നമ്മുടെ കാഴ്ചപ്പാട് മാറണം. എന്ന് വെച്ചാൽ ഈ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതൊക്കെ കുടുംബ ജീവിതത്തിൽ വന്ന് അതിൽ വ്യത്യാസം ഉണ്ടാകണം. പല കുടുംബങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രയർ റിക്വസ്റ്റുകളൊക്കെ വരുന്നതിനകത്ത് കുടുംബങ്ങളെക്കുറിച്ചുള്ള പല പ്രയർ റിക്വസ്റ്റുകളുണ്ട്. ഈ കുടുംബങ്ങളെക്കുറിച്ച് വരുന്ന പ്രയർ റിക്വസ്റ്റുകൾ ഞങ്ങൾ ഇവിടുത്തെ വ്യാഴാഴ്ച ദിവസത്തെ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്ങിലിരുന്ന് പലതും പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ കഷ്ടതയെ കൂടി കടന്നു പോകുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാം. ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാതെ ഇരിക്കുന്ന വർഷങ്ങളായി, 10 വർഷത്തോളമായി അവർ മിണ്ടാതിരിക്കുന്ന, ചില ഭവനങ്ങളിലെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഭാര്യ വേറെ റൂമിൽ പോകുമ്പം അവരോട് മിണ്ടാതെ ഭർത്താവ് വന്നെടുത്ത് കഴിക്കുന്ന വീടുകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. അവരൊരുമിച്ച് പല സമയങ്ങളിലും ഒരുമിച്ചാണ് ഉറങ്ങുന്നതെങ്കിൽ പോലും അവർക്ക് അൺഫോർഗീവ്നെസ് വന്നിരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്താവെങ്കിൽ അതുപോലെ ജീവിക്കാത്ത കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്പർ ഓഫ് പ്രോബ്ലംസ് എന്ന് പറയാം ഭവനത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ മിണ്ടുന്നില്ല, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇഷ്യൂസ്, ഇതെല്ലാം നമ്പർ ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അത് പ്രാവർത്തികമാകാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ കൃപയിൽ ആശ്രയിച്ച് ഒരു തീരുമാനം എടുക്കണം. അത് നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. മനഃപൂർവ്വം ശ്രമിക്കണം. അത് നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും ഉള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ഇനി സംസാരിക്കാൻ പോകുന്നത് ബേസിക്കായിട്ട് നമുക്ക് എന്തിനാണ് ദൈവം ജീവിതം തന്നത്, നമുക്ക് ദൈവം തന്ന ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നും നമ്മൾ ചിന്തിക്കണം. ഇതുമായിട്ട് ബേസിക്കായിട്ടുള്ള ചിന്ത അതാണ്. നമുക്ക് അടിസ്ഥാനമായൊരു ജ്ഞാനം വേണം. അടിസ്ഥാനമായ ജ്ഞാനം കൊണ്ടാണ് എങ്ങനെയാണ് വിവാഹ ജീവിതം എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ അടിസ്ഥാനമായിട്ടുള്ള ജ്ഞാനം നമുക്കില്ലാതെ പോയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എൻഡ് ചെയ്യുന്ന രീതിയിലായി പോകും. അത് മാത്രവുമല്ല, പലപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പുറത്തുള്ള ലിറ്ററേച്ചേഴ്സിലാണ്. ഈ പുറത്തുള്ള ലിറ്ററേച്ചേഴ്സ് നമ്മൾ പറയുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണം, പലതും പെർവേർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പെർവേർട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം യൂട്യൂബുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ ബിലീവ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമല്ല. കാരണം അതിനൊക്കെ പലതിനും ബേസിസ് ഇല്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഈവൻ പല സൈറ്റുകളുണ്ട്. നമ്മൾ ഈ പ്രത്യേകിച്ച് പ്രോണോഗ്രാഫിക് സൈറ്റുകളിലൊക്കെ പല അഭിനയിച്ച് കാണിക്കുന്ന പല സെക്സ് മെത്തേഡ്സും ഒക്കെ നമ്മൾ ഇന്ന് പലരും അതിനൊക്കെ അഡിക്ഷനായി തീരുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് കൊണ്ടൊന്നും പ്രശ്നം നമ്മുടെ തീരത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇല്ലുസ്ട്രേഷൻ കൂടെ പറയാം. ഞാൻ ഈ കേട്ടിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. അത് ഇങ്ങനെ ഒരിടത്തുനിന്ന് കേട്ടതാണ്. ഒരു കപ്പൽ ഒരു തീരത്തേക്ക് അടുത്തു. ഒരു ചരക്ക് കപ്പലാണ് ഒരു തീരത്തേക്ക് അടുത്തു.
അടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എൻജിൻ സ്റ്റാർട്ടാകുന്നില്ല. എത്ര നോക്കിയിട്ടും നല്ല എക്സ്പെർട്ടായിട്ടുള്ള എഞ്ചിനീയർ ആ കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ നോക്കി, എഞ്ചിനീയർ നോക്കിയിട്ടൊന്നും അത് സ്റ്റാർട്ടാകുന്നില്ല. അവസാനം അവരെ പുറത്തൊക്കെ ഇറങ്ങി അന്വേഷിച്ചു, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോയപ്പോഴേ അവർക്ക് അവിടെ ഒരു ന്യൂസ് കിട്ടി. ഇവിടെ ഒരു ഫേമസ് എഞ്ചിനീയർ ഉണ്ട്, അദ്ദേഹം വന്നാൽ പ്രശ്നം തീരും എന്ന് പറഞ്ഞു. അതിന് ഇവർ അന്വേഷിച്ച് ആ എഞ്ചിനീയറുടെ അടുക്കൽ ചെന്നു, എഞ്ചിനീയറെ കണ്ടു. ആ എഞ്ചിനീയർ വന്നിട്ട് അദ്ദേഹം ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു, മുഴുവനായിട്ട് ഓടി നടന്നു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിന് കാര്യമായിട്ടുള്ള പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു പ്രോബ്ലം അത് കണ്ടെത്തി. അയാൾ ഇങ്ങോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ ഒരു ചുറ്റിക പോലെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ 2 അടി അടിച്ചു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി. അത് എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ ഒരു വലിയ സന്തോഷമായി. ഇയാൾ വലിയ പരിജ്ഞാനമുള്ള ആളാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് അദ്ദേഹം പറഞ്ഞു എൻജിനൊക്കെ സ്റ്റാർട്ടായില്ല, അന്നേരം നിങ്ങളുടെ ബില്ല് അയച്ചു തരണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിട്ടു. കാരണം കമ്പനി റെപ്യൂട്ടഡ് ആണ്. ഇദ്ദേഹം ബില്ല് അയച്ചു കഴിഞ്ഞപ്പോൾ $3000 എന്നും പറഞ്ഞ് ഇയാൾ ബില്ല് അയച്ചു. ഒരു $3000 എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ കമ്പനി വിചാരിച്ച് ഇയാളൊന്നും ചെയ്തില്ലല്ലോ, ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് ഒരു 2 അടി അടിച്ചു കഴിഞ്ഞപ്പോൾ $3000 എങ്ങനെ ഇത്രയും ചെലവ് വന്നു എന്നൊക്കെ കമ്പനിയിലെ ആളുകൾ ചിന്തിച്ചു. അന്നേരം അവർ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ല് വേണം എന്ന് പറഞ്ഞു. അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ല് അന്നേരം ഇദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ല് അയച്ചു കൊടുത്തു. അന്നേരം അതിനകത്ത് ഇങ്ങനെയാണ് അയച്ചിരിക്കുന്നത്. അന്നേരം ഈ എഫേർട്ട് അതിനകത്ത് ചെയ്ത റിപ്പയർ വർക്കിൻ്റെ വന്ന എക്സ്പെൻസ് $500 എന്ന് വെച്ചാൽ അത് ചുറ്റി കൊണ്ട് അടിച്ചതിനുള്ള $500. എന്നാൽ കൺസൾട്ടേഷൻ ആൻഡ് അഡ്വൈസ് എന്ന് പറയുന്നത് $2500. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായ ജ്ഞാനത്തിനാണ് വില. അടിസ്ഥാനമായ ജ്ഞാനം, പ്രൊഫഷണൽ ചാർജസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിനാണ് വില. എന്താണ് ഇത് പറയാനുള്ള കാര്യം? ദൈവം നമുക്ക് ജ്ഞാനം തരുന്നുണ്ട് ജീവിക്കാനായി. ഈ ജ്ഞാനം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പല മീഡിയകളിലും പല സൈറ്റുകളിലും ഒന്നും പോയാലൊന്നും ഈ ജ്ഞാനം കിട്ടുക. നമുക്കിപ്പോൾ എന്ത് ചെയ്താലും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ജ്ഞാനം കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഒരു ക്രിസ്തീയ കുടുംബം ഏത് രീതിയിൽ നടത്തണം എന്നുള്ള ജ്ഞാനം ഗൂഗിൾ ചെയ്താലൊന്നും കിട്ടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല ഞാൻ ഈ പറയുന്ന പോലെ ചില കുറേ എപ്പിസോഡുകളോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ വല്ല കിട്ടിയേക്കാം. എന്നാൽ ബൈബിൾ അല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതിനുള്ള ജ്ഞാനം നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ മറന്നു പോയത്. കുടുംബജീവിതത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കുക ഇങ്ങനെ, കുടുംബജീവിതത്തിൽ വലിയ വഴക്കും തല്ലും ഇല്ലാതൊക്കെ ജീവിക്കണം, മക്കളൊക്കെ സുഖമായി ജീവിക്കണം, കുറച്ച് കാശൊക്കെ ഉണ്ടാവണം, മക്കളെയൊക്കെ പഠിപ്പിക്കണം, വേണമെന്നുണ്ടെങ്കിൽ അവരെ വിദേശത്ത് വിട്ട് നല്ല നിലയിലൊക്കെ പഠിപ്പിക്കണം, അവരും കല്യാണം കഴിക്കണം, അവർക്ക് നല്ല അറിവ് വേണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമ്മൾ ജീവിതത്തെക്കുറിച്ച് നമുക്കുള്ളത്. എന്നാൽ അതിനുപരിയായിട്ട് നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഉള്ള ചിന്തകൾ ക്രിസ്തീയ വേദ പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. ആദിമ സഭയിലെ സഭാപിതാക്കന്മാർ പലപ്പോഴും കൂടിയിട്ട് ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് അവർ പറഞ്ഞു. വാട്ട് ഈസ് ദ ചീഫ് എൻഡ് ഓഫ് മാൻ എന്ന് പറഞ്ഞ് അവർ ഒരു കൗൺസില് അല്ലെങ്കിൽ അവരൊരു വേദശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം കൂടി പണ്ട്, ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു അത് നേരത്തെ ഉള്ള സഭകളുടെയൊക്കെ ഉടലെടുപ്പിൻ്റെ സമയത്ത് ഉള്ളതാണ്. AD 1200 വർഷങ്ങളിലാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആന്തരിക ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ ജീവിതത്തിലെ ഉദ്ദേശം അവരെല്ലാം കോമൺ ആയിട്ട് കൊണ്ടുവന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, ദൈവത്തിൻ്റെ സഹിത്വം ആസ്വദിച്ച് ജീവിക്കുക. ഇതാണ് എല്ലാ സഭാപിതാക്കന്മാരുടെ കൂടി കൊണ്ടുവന്ന, അത് പറയുന്ന വെസ്റ്റ്മിനിസ്റ്റർ കാറ്റക്കിസത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ അരിച്ചു ഗുണിച്ച് അവര് ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന ഒരു റെസല്യൂ അല്ല ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറയുന്നത്, മനുഷ്യജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, ദൈവത്തിൻ്റെ സഹിത്വം ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ്.
ഞാൻ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ ഇന്ന് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഞാൻ 1-2 കഥകളൊക്കെ പറഞ്ഞു. എന്താണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവം മാരേജിൽ കൂടി ഉദ്ദേശിക്കുന്നത്, വിവാഹത്തിൻ്റെ പ്രാധാന്യം, വിവാഹത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായും ഈ ചിന്ത നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണെങ്കിലും തുടർന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഈ ചിന്തയിൽ നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെ ഡിവൈസിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. ഇന്നത്തെ ഞാനിവിടെ 15 മിനിറ്റ്സ് കഴിഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ തുടങ്ങിയത് തുടക്കം പോലും ആയില്ല. ശരിക്കും നമ്മൾ തുടങ്ങുകയാണ്. ഇനിയും തുടങ്ങി വിവാഹത്തിൻ്റെ ഉദ്ദേശം, അതുപോലെ വിവാഹത്തിൻ്റെ പ്രാധാന്യം, കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം ഇത്രയും പ്രധാനമുള്ളതാണോ എന്നൊക്കെ ഉള്ളത് ബിബ്ലിക്കൽ ബേസിൽ നമ്മൾ ചിന്തിക്കുകയാണ്. എന്നോടൊപ്പം നിങ്ങളായിരിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഇത് കാണുവാനായിട്ടുള്ള കൃപ തരികയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതം എന്തുദ്ദേശത്തിലാണ് നീ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മാത്രമാണ് ഞങ്ങൾ ചിന്തിച്ചത്. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളിൽ മാത്രം നോക്കിയിരിക്കുന്നവരാണ്. എന്നാൽ ദൈവം ഞങ്ങളെക്കുറിച്ച് വലിയൊരു മിഷൻ, ഞങ്ങളെ വലിയൊരു പൊട്ടൻഷ്യാലിറ്റി ഞങ്ങൾ കണ്ട് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ ചിന്തിപ്പാനായിട്ട് ഈ ദിവസങ്ങൾ ഇടവരുത്തണമേ. ഞങ്ങൾ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബസ്ഥരായവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ എല്ലാ നന്മകളും അയക്കുകയും അനുഗ്രഹങ്ങൾ അയക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, നീ സങ്കേതവും ബലവുമായി കുടുംബങ്ങളെ പണിയുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഇത് പോസ്റ്റ് ചെയ്താൽ അനേകം ആളുകൾ കാണാനായിട്ട് ഇടവരും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.